നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കെ സുധാകരൻ വീണ്ടും കളി തുടങ്ങിക്കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് അദ്ദേഹത്തോടൊപ്പം സദ്യ ഉണ്ടതിനെതിരെ കടുത്ത വിമർശനവുമായി സുധാകരൻ രംഗത്തെത്തിയിരിക്കുകയാണ്. കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് നേതാവായ സുജിത്തിനെ മൃഗീയമായി പോലീസ് സ്റ്റേഷനിൽ മർദ്ദിക്കുന്ന വിഷ്വലുകൾ പുറത്തു വന്നുകൊണ്ടിരുന്ന സമയത്താണ് മുഖ്യമന്ത്രിയുടെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് വി.ഡി. സതീശൻ അദ്ദേഹത്തിനൊപ്പം സദ്യ കഴിക്കുന്ന ചിത്രങ്ങൾ ചാനലുകൾ പുറത്തുവിട്ടത്. ഒരു വശത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ പിണറായി വിജയന്റെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്ന വിഷ്വലുകൾ ചാനലുകൾ പുറത്തുവിടുന്നു. മറ്റൊരു ഭാഗത്ത് കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവും പ്രതിപക്ഷ നേതാവുമായ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിക്കൊപ്പം ഇരുന്ന് ആസ്വദിച്ച് ഓണസദ്യ കഴിക്കുന്നു. കെ സുധാകരനെ പോലൊരു നേതാവിന് ഇത്രയും കാര്യങ്ങൾ മതി ഒന്ന് ആഞ്ഞടിക്കാൻ. അല്പം പോലും സമയം പാഴാക്കാതെയാണ് കെ സുധാകരൻ സതീശനെതിരെ ആഞ്ഞടിച്ചത്. ഞാനാണെങ്കിൽ ആ സമയത്ത് മുഖ്യമന്ത്രിക്കൊപ്പം ഇരുന്ന് സദ്യ ഉണ്ണാൻ പോകില്ലായിരുന്നു. അങ്ങനെ പോയത് വളരെ മോശമായി പോയി. സുധാകരന്റെ ഈ അടിയിൽ ഇപ്പോൾ കോൺഗ്രസ് പ്രകമ്പനം കൊള്ളുകയാണ്. നേരത്തെ വി.ഡി. സതീശൻ പിണറായി വിജയന്റെ ഓണസദ്യ കഴിക്കാൻ പോയതിന് വളരെയധികം ആക്ഷേപം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം കേട്ടു. കോൺഗ്രസിന്റെ സൈബർ പോരാളികളെല്ലാം ഇക്കാര്യത്തിൽ വി.ഡി. സതീശനെതിരെ തിരയുകയും ചെയ്തിരുന്നു. യൂത്ത് കോൺഗ്രസ് നേതാവായ സുജിത്തിനെതിരെ കടുത്ത മർദ്ദനം, സ്റ്റേഷനിൽ അഴിച്ചുവിടുന്നതിന്റെ ദൃശ്യങ്ങൾ, മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ദൃശ്യങ്ങൾ, അതിക്രൂരമായ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ അദ്ദേഹം ഇതിൽ നിന്ന് മാറി നിൽക്കുന്നതായിരുന്നു നല്ലതെന്നാണെന്ന് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സൈബർ സംഘടനകൾ അല്ലെങ്കിൽ സൈബർ പോരാളികൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചതും സോഷ്യൽ മീഡിയയിലൂടെ ആവർത്തിച്ചതും. എന്നാൽ കോൺഗ്രസ് നേതാക്കളിലെ പ്രമുഖരാരും ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. കെ.പി.സി. പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കമുള്ള ആളുകളോട് മാധ്യമപ്രവർത്തകർ പ്രതികരണം ചോദിച്ചെങ്കിലും അദ്ദേഹം ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായില്ല. ഇപ്പോൾ ഇതാ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായ മുൻ കെ.പി.സി.സി. അധ്യക്ഷൻ കെ സുധാകരൻ വി.ഡി. സതീശനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം സദ്യ ഉണ്ണാൻ പോയത് ശരിയായില്ല. ഈ യൂത്ത് കോൺഗ്രസ് നേതാവിനെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്ന സമയത്ത് ഒരു കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിക്കൊപ്പം സദ്യ ഉണ്ണാൻ പോകാൻ പാടില്ലായിരുന്നു. കാരണം മുഖ്യമന്ത്രി നയിക്കുന്ന വകുപ്പിന്റെ പോലീസാണ് ഈ പാവം യൂത്ത് കോൺഗ്രസ്സുകാരനെ ചവിട്ടിക്കൂട്ടിയതെന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. സുധാകരൻ അങ്ങനെയാണ്. കൃത്യമായ പോയിന്റിൽ കൃത്യമായ സമയത്ത് ആഞ്ഞടിച്ചിരിക്കും. പുലി പതുങ്ങുന്നത് പിന്നോക്കം പോകാനല്ല, മുന്നോക്കം ആയാനാണ്, മുന്നോക്കം ചടാനാണെന്നാണ് പലപ്പോഴും സുധാകരന്റെ അനുയായികൾ പ്രചരിപ്പിക്കാറ്. ഇത്തവണ സംഭവിച്ചതും അത് തന്നെയാണ്. കൃത്യമായി വി.ഡി. സതീശൻ അദ്ദേഹം നോക്കി വച്ചിരിക്കുകയായിരുന്നു. തന്റെ കെ.പി.സി.സി. അധ്യക്ഷൻ സ്ഥാനം കളയുന്നതിൽ ഏറ്റവും അധികം കളി കളിച്ചയാൾ വി.ഡി. സതീശനാണെന്ന് നന്നായി കെ സുധാകരൻ അറിയാം. അതുകൊണ്ട് കൃത്യസമയം അദ്ദേഹം നോക്കി വെച്ചു. കൃത്യസമയത്ത് അദ്ദേഹം അടിക്കുകയും ചെയ്തു. സുധാകരന്റെ ടൈമിംഗ് എപ്പോഴും അതിവിദഗ്ധമായാണ്, അതീവ തന്ത്രപരമായാണെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് എല്ലാവർക്കും അറിയാം. വി.ഡി. സതീശനെതിരെ പാർട്ടിയിൽ ഇക്കാര്യത്തിൽ ഒരു എതിർപ്പ് ഉരുണ്ടുകൂടുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് കെ സുധാകരൻ രംഗത്ത് വത്തി ആഞ്ഞടിച്ചത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, സുധാകരൻ വീണ്ടും കളി തുടങ്ങിക്കഴിഞ്ഞു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്തോറും ഈ കളിയുടെ ആക്കവും വേഗവും കൂടും. സുധാകരൻ കണ്ണൂരിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കുന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. മത്സരിക്കാനുള്ള ആവശ്യം അദ്ദേഹം ഹൈക്കമാൻഡിന് മുന്നിൽ ഉന്നയിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പ് അടുക്കും തോറും തന്നെ കെ.പി.സി.സി. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കളിച്ച വി.ഡി. സതീശനെതിരെയുള്ള എല്ലാ നേതാക്കൾക്കെതിരെയും ആറ്റൻ പണിയുമായാണ് കെ സുധാകരൻ വരുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിന്റെ സാമ്പിൾ വെടിക്കെട്ടാണ് കഴിഞ്ഞ രാവിലെ പത്രക്കാരുടെ മുമ്പിൽ വെച്ച് കണ്ടത്. വി.ഡി. സതീശൻ പിണറായി വിജയന്റെ ഓണസദ്യ കഴിക്കാൻ പോയത് ഒട്ടും ശരിയായില്ല. കാരണം ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ അദ്ദേഹം അവിടെ നിന്നും മാറി നിൽക്കണമായിരുന്നു എന്ന് കെ സുധാകരൻ പറഞ്ഞത് വെറുതെയല്ല, വെടിക്കെട്ട് തുടങ്ങിക്കഴിഞ്ഞു.